ഹലോ, ഞാനിപ്പോൾ എവിടെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നമുക്ക് ഒരു കല്യാണമുണ്ട്. അപ്പോൾ സ്വാഭാവികം, വിളിക്കാതെ വരുന്ന അതിഥിയാണല്ലോ പീരീഡ്സ്. അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് മൈലാഞ്ചി ഇടൽ പരിപാടി തുടങ്ങാം. അപ്പോൾ അതിനു മുന്നേ കുറച്ച് പരദൂഷണമൊക്കെ ആയിട്ട് നമുക്കങ്ങ് തുടങ്ങാം. ആ തുള്ളി വരുന്നതാണ് നമ്മുടെ ബ്രൈഡ്. അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയാലോ? അങ്ങനെ കുറച്ചധിക സമയത്തെ പരീക്ഷണം നമ്മളെ വിജയത്തിലെത്തിച്ചിരിക്കുകയാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പണിയെടുത്തതിൻ്റെ റിവ്യൂ മുഖ്യമാണല്ലോ. ഒരു ചേച്ചിയായിരുന്നു. അമേസിങ്, റിയലി അമേസിങ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഹൽദിയാണ്. ഹൽദിക്കും നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. തുടങ്ങിയാലോ? അപ്പോൾ അതാ കുറച്ച് DIY പ്ലേറ്റ്സ് നമുക്ക് സെറ്റാക്കാം. നമുക്ക് മൈലാഞ്ചിയും മഞ്ഞളൊക്കെ അരച്ച് കലക്കി വെക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പണിയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കുത്തിയിരുന്ന് ചെയ്തത്. അങ്ങനെ ഇതാ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് പിന്നെ പെണ്ണിനൊരുക്കണ പരിപാടിയിലും നമ്മൾ കൈവച്ചു. അപ്പോൾ അതും സെറ്റാക്കി ഇതാ തലയിൽ കുറച്ച് റോസൊക്കെ വെച്ച് കൊച്ചിനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്ത ആളെ ഒന്ന് കാണണ്ടേ? ഇതാണ് ഞാൻ. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുടവ വാങ്ങാൻ പോവുകയാണ്. പൂക്കി ബ്രൈഡ്. അപ്പോൾ നമ്മൾ ചെയ്ത പണി എങ്ങനെയുണ്ടെന്ന് നെക്സ്റ്റ് ഡേക്കല്ലേ അതിൻ്റെ റിസൾട്ട് വരാം. അപ്പോൾ അതാ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുടവ കൊടുക്കലൊക്കെ വാങ്ങൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഹൽദിയിലോട്ട് കിടക്കാം. അതിലും നമ്മളൊന്നും കുറച്ചിട്ടില്ല. എല്ലാം നല്ല അടിപൊളിയാക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് നമുക്ക് കല്യാണത്തിന് ഒരുങ്ങാം. കുപ്പിവളി മൈലാഞ്ചിയും മുഖ്യമാണേ. അങ്ങനെ ഇതാ കെട്ടൊക്കെ കഴിഞ്ഞ് ചെക്കനും പെണ്ണും ഹാപ്പി. അങ്ങനെ മാല ഇടാൻ നേരത്ത് സ്റ്റേജിലോട്ട് ഒരു ഓട്ടമായിരുന്നു. കറക്റ്റ് സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. കഴിഞ്ഞു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വേഷം. ഇനിയാണ് നമ്മുടെ യാത്ര. ചെക്കൻ്റെ വീട് കുറച്ച് ദൂരെ ആയതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ നമ്മുടെ റിസപ്ഷൻ പരിപാടി. ഒരു ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് സിമ്പിളായിട്ട് ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേട്ട് ലോങ് ഡ്രൈവ് പോകാൻ നല്ല രസമല്ലേ? ചെറിയ മഴയും കൂടി വേണമായിരുന്നു, പക്ഷേ ഇന്ന് നല്ല വെയിലായിരുന്നു. അങ്ങനെ ചേട്ടൻ കുറേ തമിഴ് പാട്ട്, മലയാളം, ഹിന്ദി, തെലുങ്ക് ഉണ്ടായിരുന്നു ഇല്ല, അങ്ങനെ എല്ലാം കേട്ട് കുറേ നേരം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ കുറേ സ്ഥലത്തൊക്കെ റോഡ് പണി കഴിഞ്ഞതുകൊണ്ട് വണ്ടിയിലിരിക്കുന്നതേ അറിഞ്ഞിരുന്നില്ല. നല്ലൊരു സുഖമുള്ള യാത്രയായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല നല്ല വ്യൂസും വന്നു തുടങ്ങി. അപ്പം അതും എൻജോയ് ചെയ്യാമെന്ന് വെച്ച് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലും വ്യൂ, ഇപ്പുറത്തെ സൈഡിലും വ്യൂ. കുറേ നേരം ഈ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കും, കുറേ നേരം ആ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കും. ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓട്ടമായിരുന്നു. അങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ ഒരു ചായയും കൂടി കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നൊരു തോന്നൽ. അപ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നത്. ചായ ഉണ്ടാക്കി വെച്ചിട്ട് എടുക്കാൻ മറന്നു. ഇതിലും വലിയ സങ്കടം വേറെ ഇല്ല. ഇന്ന് മൊത്തം ഒരു പച്ച മഴയായിരുന്നു. അങ്ങനെ നമ്മൾ എവിടേക്കോ എത്തി. സ്ഥലം നോമിന് അത്ര വലിയ പരിചയമില്ല. ചായ കിട്ടിയില്ല എന്നുള്ള പരാതി നമുക്കിപ്പോൾ തീർക്കാം. നമുക്കൊരു ചായ ബ്രേക്ക് എടുത്താലോ?
വീഡിയോ എടുക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടപ്പോൾ വീഡിയോ എടുക്കാനറിയാത്തൊരാളുടെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്തു പോയി. കുറച്ച് എസ്തറ്റിക് വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് ഒന്നും നടന്നില്ല. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണവും കഴിച്ചു കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ ഈ നട്ടപ്പറ വെയിലത്ത് ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. നമ്മളെന്തല്ലേ ഇങ്ങനെ എത്ര ചൂടായാലും ഒരു ചായ അത് നിർബന്ധം. അതങ്ങനെ ആ ഫ്ലോയിൽ അത് കുടിച്ചു പോകും. അങ്ങനെ മക്കളെ, ഇവിടെ നിന്നാണ് നമ്മുടെ അഡ്വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇത്ര നേരം വന്ന റോഡ് പോലെ ഒന്നുമല്ല, ഇനി കുറച്ച് നേരത്തേക്ക് റോഡേ ഇല്ല. ഇത് കണ്ടിട്ട് ഞാൻ പറയുമായിരുന്നു ഇറങ്ങി നടന്നാലോ. അങ്ങനെ ഫ്രണ്ടിൽ ആ ലോറി പോകുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത്, ആ ഓക്കെ വഴിയുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ചോദിച്ച് പോവാം. അങ്ങനെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഏതൊക്കെയോ സൈഡിൽ ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ പോലീസുകാർ വഴി തിരിച്ചു വിട്ടിട്ടാണ് നമ്മൾ ഇവിടെ വന്നെത്തിയത്. പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അടിപൊളിയായിട്ട് വണ്ടി എടുത്തു, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മളിങ്ങനെ ഹൈറ്റിലിരിക്കല്ലേ ബസ്സിൽ, ഇങ്ങനെ ചെറിയൊരു കുഴി വരുമ്പോൾ തന്നെ ഇങ്ങനെ കിടന്ന് ആടി എനിക്ക് ടെൻഷനായി. ഞാനിങ്ങനെ പറയണേ ഇറങ്ങി നടന്നാലും ഈ കുഴിയെല്ലാം കഴിഞ്ഞ് അപ്പുറത്ത് നിൽക്കുക, അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്താൽ മതി എന്ന് വരെ അവിടെ കിടന്ന് പറയണ്ടേ ഞാൻ പേടിച്ചിട്ട്. അപ്പം നമ്മളങ്ങനെ ഓഫ് റോഡ് യാത്ര തുടങ്ങുകയാണ്. വഴി അറിയാം എങ്ങനെയുണ്ടെന്ന്. വീഡിയോയിൽ ഈ കുലുക്ക് എത്ര ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, പക്ഷെ വണ്ടി കിടന്ന് ആടായിരുന്നു. പിന്നെ പൊടിയുടെ കാര്യം പിന്നെ പറയണ്ട, നമ്മൾ പുറത്താണ് നിൽക്കണമെങ്കിൽ ഫുള്ള് പൊടി പിടിച്ച് പോകും. പിന്നെ ഇന്നാണെങ്കിൽ പോകുന്ന ദിവസം നല്ല വെയിലായിരുന്നു, കരിഞ്ഞു പോകും വെയിലത്ത്. വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് എന്തുകൊണ്ടും നന്നായി തോന്നുന്നു, കാരണം ഇതുപോലത്തെ ഒരു റൈഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. ചെക്കനോടും പെണ്ണിനോടും പറയാമല്ലോ നിങ്ങളെ കാണാൻ ഈ മലയൊക്കെ താണ്ടിയാണ് വന്നതെന്ന്, പിന്നീട് പറയാമല്ലോ. ഒരു രസം. മെയിൻ റോട്ടിൽ കൂടെ വരുമ്പോൾ എന്തൊരു രസമായിരുന്നു, പക്ഷെ അതൊന്നൊരു രസമായിരുന്നില്ല എന്ന് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ഇതായിരുന്നു ശരിക്കുള്ള രസം. നമ്മുടെ സിറ്റുവേഷനനുസരിച്ചുള്ള പാട്ടായില്ല അത്, പക്ഷെ നമ്മൾ ആ സമയത്ത് ഇത് എങ്ങനെയൊന്ന് താണ്ടി അപ്പുറത്തെത്തുമെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പാട്ടൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇത്ര നേരം വന്ന സുഖമൊക്കെ പോയി, ഉച്ചയ്ക്ക് ഉണ്ട ചോറും ദഹിച്ചു. അങ്ങനെ അതുപോലെ ഒരു റൈഡായിരുന്നു ഇത്. ഇങ്ങനെ കുറച്ച് നേരം പോയി നമ്മളൊരു കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് പോണേ എന്നുള്ളതൊക്കെ മൈൻഡിൽ നിന്ന് മറന്നുപോയി. അതേപോലെ ഒരു പോക്കായിരുന്നത്. ആദ്യം കുറച്ച് പേടി തോന്നിയെങ്കിലും പിന്നെ കുറച്ച് ഫണ്ണായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ പറയാം, പക്ഷെ ആ സമയത്ത് അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ ഇവിടെ ഒന്ന് കാണുമ്പോൾ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു കുലുക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്ന് പുറകോട്ട് നോക്കുമ്പോൾ നമ്മൾ വന്ന വഴി നോക്കിയേ, എൻ്റെ അമ്മേ. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് റോട്ടിലോട്ട് കയറി ഒന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. വഴിയെ കാണാം. ഇങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ഭാഗത്ത് ടാറിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറി പിന്നെ അല്ലേ അറിഞ്ഞത് ഈ വഴി കൂടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ സ്റ്റക്കായി അവിടെ ഇരിക്കാന്നല്ലാണ്ട് വേറൊരു വഴിയില്ല. ചെറിയ കാറൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും വളയ്ക്കാം. ഈ വലിയ ബസ് എവിടെ ഇട്ട് തിരിക്കാനാ? നമുക്ക് റിവേഴ്സ് എടുക്കാനും പറ്റൂല, വളയ്ക്കാൻ, അതായത് നമുക്ക് റിവേഴ്സ് എടുത്ത് തിരിച്ച് വളച്ച് പോകാനും പറ്റില്ല. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് മെയിൻ റോട്ടിലേക്കുള്ള വഴിയാണ് മറ്റ് പോലീസുകാർ തിരിച്ചു വിട്ടത്. എന്നിട്ട് ഏതൊക്കെയോ വഴിയിലൂടെ വന്ന് ഈ വഴി കണ്ട ആ 2 ബൈക്ക് വന്നപ്പോൾ തന്നെ അവിടെ ഫുള്ളായി. ഇനി ഈ വഴി കൂടെ തിരിച്ചിട്ട് വേണം നമുക്കൊന്ന് മെയിൻ റോഡ് എത്തണമെങ്കിൽ. നമ്മൾ ഓരോ വളവ് കഴിയുമ്പോഴും വിചാരിക്കും ഓക്കെ മെയിൻ റോഡായി, പക്ഷെ ഇല്ല. അത് വെറും ഒരു തോന്നലായിരുന്നു കുറച്ച് നേരത്തിന്.
അങ്ങനെ കുലുങ്ങി കുലുങ്ങി ഏതാണ്ട് ഒരു കിളി പോയ അവസ്ഥയിലിരിക്കുകയാണ് നമ്മളെല്ലാവരും. നമ്മുടെ മെയിൻ വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പോകേണ്ട വഴിയിൽ കുറച്ച് കൺഫ്യൂഷനൊക്കെ വന്നിട്ടാണ്. വഴി ചെറുതായതുകൊണ്ട് തന്നെ ചിലയിടത്തൊക്കെ നമ്മൾ റിവേഴ്സ് എടുത്ത് വളയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ മുന്നിൽ ബ്ലോക്ക് ഫുൾ വലിയ വലിയ വണ്ടികളൊക്കെ തിരിച്ചു വിട്ടിട്ട് ഇത് കണ്ട, ഇതാണ് കോമഡി. ഇതൊരു 3 കൂടിയ ജംഗ്ഷനാണ്. ഇതിൻ്റെ 3 സൈഡിലും വലിയ വരിയായിട്ട് വണ്ടികളെല്ലാം നമ്മൾ ബ്ലോക്കിൽ ഇട്ടേക്കായിരുന്നു കുറേ നേരം. അങ്ങനെ ഫൈനലി നമ്മൾ റിസപ്ഷൻ ഹാളിലെത്തി. അവിടെ നിന്നും ഒരു ചായ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് ചെക്കനെയും പെണ്ണിനെയും കണ്ട് ഫോട്ടോ എടുത്ത് നമ്മളിപ്പോൾ തിരിച്ച് പോവാണ്. ഇപ്പോൾ പോന്നാലേ വീട്ടിലെ ഒരു സമയമാകുമ്പോഴേക്ക് എത്തുള്ളൂ. അങ്ങോട്ട് 1 ബ്ലോക്ക് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മളൊരു 8 hours എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ റിസപ്ഷൻ ഹാളിലെത്തിയത്. തിരിച്ചു വരുമ്പോൾ വഴി കുഴപ്പമില്ലാത്തതുകൊണ്ട് കറക്റ്റ് മെയിൻ റോഡ് വരാൻ പറ്റിയതുകൊണ്ട് നമ്മളൊരു 5 hours അങ്ങ് വടകരയിലായിരുന്നു നമ്മുടെ പയ്യൻ്റെ വീട്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ 1 മണി. റിട്ടേൺ പോകുമ്പോൾ പിന്നെ വലിയ പ്രശ്നം ഉണ്ടായില്ല. റോഡ് നേരായ വഴിയിലൂടെ ആയതുകൊണ്ട് അധികം സമയം എടുക്കാണ്ട് തന്നെ നമ്മൾ ഒരു 5 hours വീട്ടിലെത്തി. അപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയധികം വീഡിയോസ് നമ്മൾ എടുക്കും എന്ന്. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പോവല്ലേ, ചെക്കനെയും പെണ്ണിനെയും കാണണ്ടേ. ഇതാണ് സേതു ആൻഡ് അപ്പു. അപ്പോൾ 2 പേർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ ശരി, ബൈ.